ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കുംഭമാസം 10-ാം തീയതി, അതായത് 2017 ഫെബ്രുവരി മാസം 22-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം പൂരാടമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളു ശർമാജിയാണ്. നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുവാനും അതുപോലെ തന്നെ ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ചും ജ്യോതിഷ ലോകത്തെക്കുറിച്ചും ഒട്ടനവധി വസ്തുതകൾ നമുക്ക് പറഞ്ഞു തരുവാനും ഒപ്പം അതാത് സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി ഈ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മൊത്തത്തിൽ വിലയിരുത്തുവാനും അത് നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുവാനും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുവാനും ഒക്കെയായി നമ്മുടെ പ്രിയങ്കനായ ശർമാജി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്ന് നമ്മൾ പതിപോലെ കത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ കത്ത് വായിക്കാം. ദേവാമൃതത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. എൻ്റെ മകളുടെ ഭാവി അറിയുന്നതിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. 1995 ഒക്ടോബർ 5 ഷാർജയിൽ ജനിച്ച എൻ്റെ മകൾ ഇപ്പോൾ എറണാകുളത്ത് ബിടെക് ഫൈനൽ ഇയറിന് പഠിക്കുന്നു. മകളുടെ ജനന വിവരങ്ങളും ഗ്രഹനിലയും താഴെ ചേർക്കുന്നു. ശർമാജി ഇതിനൊരു മറുപടി തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം മീന, എറണാകുളം. കുംഭരാശിയിൽപ്പെട്ട നക്ഷത്രമാണ്, ചതയം നക്ഷത്രമാണ്. അവിട്ടം ചതയം പൂരുട്ടാതി ആദ്യത്തെ 45 നാഴിക ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വ്യാഴസ്ഥിതി ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന കാലമാണ്. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ദോഷകരമാണ്. അഷ്ടമ വ്യാഴം ഈ രാശിക്കാർക്ക് 2017 ആഗസ്റ്റ് മാസം വരെ നിലനിൽക്കുന്നു. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 8 മാസം കൂടെ. 8 മാസത്തേക്ക് അഷ്ടമ വ്യാഴം തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങൾ പലതും മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും വിരഹിച്ചിടും. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ 2017 ആഗസ്റ്റ് മാസം വരെ അഷ്ടമ വ്യാഴം സഞ്ചരിക്കുന്ന കാലം. അതിൽ പ്രത്യേകിച്ച് ജനുവരി 26 വരെ കണ്ടകശനിയും കൂടി ആയിരുന്നു. ജനുവരി 26 മുതൽ കണ്ടകശനിക്കൊരു മാറ്റം ഉണ്ടായി. ആ മാറ്റം ഗുണകരമായി പര്യവസാനിപ്പിക്കണമെങ്കിൽ തത്തുല്യമായ ബലത്തോടു കൂടി നിൽക്കുന്ന വ്യാജഗ്രഹവും കൂടെ ഈ ദുർസ്ഥാനത്ത് നിന്ന്, ഈ ദോഷസ്ഥാനത്ത് നിന്ന് മാറിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണഫലം ലഭ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു പേരുദോഷം സംഭവിക്കാനുള്ള സാധ്യതകൾ, അനാരോഗ്യം വരാനുള്ള സാധ്യതകൾ, ചെറിയ ചെറിയ അപകടങ്ങൾ വരാനുള്ള സാധ്യതകൾ, പഠിത്തത്തിലും ജോലിയിലും മറ്റുമൊക്കെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ പഠനമാന്ദ്യങ്ങൾ, അല്ലെങ്കിൽ അവസാന ഡിഗ്രിയിൽ തടസ്സങ്ങൾ, അപ്പോൾ അതിന് ശ്രദ്ധ മാറി വേറെ ശ്രദ്ധയിലേക്ക് തിരിയാനുള്ള വ്യഗ്രതകൾ, സാഹചര്യങ്ങൾ, ഇതെല്ലാം വന്നു ചേരാനുള്ള ഒരു യോഗമാണ്. അപ്പോൾ വരുന്ന ആഗസ്റ്റ് മാസം വരെ പഠനം കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്നും ഇതിലേക്ക് വേണ്ട ചാനലുകൾ ഇട്ടുകൊടുക്കണമെന്നും യാതൊരു കാരണവശാലും അഭിപ്രായ വ്യത്യാസങ്ങളോ വേർതിരിവോ ഉണ്ടാവേണ്ട കാര്യമില്ല എന്നും അതിപ്രധാനമായ വ്യത്യാസങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നും ആഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു നല്ല കാലം സമയം കൊണ്ട് ഉണ്ടാകുന്നുവെന്നും അത് പഠനത്തെയും ഉപരിപഠനത്തെയും ഭാവിയിൽ ഉദ്യോഗത്തെയും കല്യാണം മുതലായ വിഷയങ്ങളെയും ഒക്കെ അനുകൂലമായി പര്യവസാനിപ്പിക്കുമെന്നും ജ്യോതിശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ഗ്രഹനില പ്രകാരം പ്രവചിക്കാൻ സാധിക്കും. എന്നാൽ തൽക്കാലത്തെ ഈ പ്രതിസന്ധി നിപുണയോഗം ഉള്ള ഒരു ജാതകമാണ് എന്ന് പറഞ്ഞാൽ, നിപുണ എന്ന് പറഞ്ഞാൽ സാമർഥ്യവതി എന്നും, നിപുണയോഗം എന്ന് പറഞ്ഞാൽ സാമർഥ്യവാൻ എന്നും, ആ യോഗഫലങ്ങൾക്കൊക്കെ ഒരല്പം മങ്ങൽ സംഭവിച്ചിരിക്കുന്ന പോലെ ഗൗരവം കൊടുക്കേണ്ട ചില കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുക, അങ്ങനെ ചില പ്രതിസന്ധികളുണ്ടാകുക, അമ്മയുമായി വാക്കേറ്റമോ വിരഹമോ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ സന്മനസ്സില്ലാതെ വരികയോ അത് നിമിത്തം ഭാവിയിലേക്ക് പ്രശ്നങ്ങളുണ്ടാവുകയോ ഒക്കെ ചെയ്യാവുന്ന സാഹചര്യങ്ങളാണ്. മാർക്കുകൾ എന്തായിരുന്നാലും കുറയുന്നു. അത് കൂട്ടുവാനോ അല്ല പിടിച്ചു നിർത്തുവാനോ ഉള്ള കാര്യങ്ങൾ ഉത്സാഹം ചെയ്യണം. നിപുണയോഗം ഉള്ളതുകൊണ്ട് അതിനൊക്കെ ഉള്ള യോഗങ്ങൾ ജാതക നിലയിലുണ്ട്. ഏതായാലും വ്യാഴപ്രീതികരങ്ങളായ കാര്യങ്ങൾ തടസ്സങ്ങൾ ചെയ്യുക, മുന്നോട്ട്
നല്ല ഭാവിയുള്ള ജാതകമാണ്. ആ ഭാവി തടസ്സം വരാതിരിക്കട്ടെ. ഇപ്പോഴത്തെ താൽക്കാലിക ദോഷങ്ങൾ മാറുവാനായി, താൽക്കാലിക സമയദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു 11 ദിവസം ഏതെങ്കിലും വ്യാഴാഴ്ച തുടക്കം ഇട്ട് ബൃഹസ്പതി പത്മമിട്ട് ജലഗന്ധ പുഷ്പധൂപദൈവ ജലാന്തം ബൃഹസ്പതിയെ ആവാഹിച്ച് ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം താം ഗുരും പ്രണതോസ്മിഹം എന്ന് തുടങ്ങുന്നതോ അല്ലെങ്കിൽ പുരുഷ സൂക്ത മന്ത്രങ്ങളെ കൊണ്ടോ ബൃഹസ്പതി മന്ത്രങ്ങളെ കൊണ്ടോ 11 ദിവസം ജലാതിജലാന്തം പൊരിച്ച് പുഷ്യരാഗരത്നം ധരിക്കുകയും അതുപോലെ വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളോ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളോ നടത്തി പുഷ്പാർച്ചനാദികളൊക്കെ ചെയ്യുക. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളോ പുണ്യപ്രവർത്തനങ്ങൾ ദാനധർമാനുഷ്ഠാനങ്ങൾ വ്യാഴാഴ്ച ഒരിക്കൽ യെല്ലോ സഫയർ ധരിക്കുകയോ കഴിവതും ഇളം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയോ ഒക്കെ ചെയ്ത് അതിൻ്റെ കാഠിന്യങ്ങൾ കുറയ്ക്കാം. വ്യാഴാഴ്ച ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. അതുപോലെ മാതാവ് ഗുരു ഉപദേശത്തോടു കൂടിയും വ്യാഴാഴ്ച ഉപവസിക്കുക. ഇതെല്ലാം ചെയ്തു നോക്കുന്നതും നല്ലതാണ്. ഏതായാലും വ്യാഴപ്രീതികളെ വരുത്തിയാൽ മതി. 2017 ആഗസ്റ്റ് മാസം മുതൽ ഈ നക്ഷത്രക്കാർക്ക് അവിട്ടം ചതയം പൂരിട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യോദയം തുടങ്ങുന്നത് കൊണ്ട് അടുത്ത ആഗസ്റ്റ് മാസത്തിന് ശേഷം നല്ല നല്ല വാർത്തകൾ ശ്രമിക്കുവാനും ഔദ്യോഗികപരമായിട്ടിരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടുവാനും ഉദ്യോഗത്തിൽ ശമ്പള പരിഷ്കാരമോ ഗ്രേഡ് വർധനമോ ഉണ്ടാകുവാനും അതുപോലെ തന്നെ അവിവാഹിതർക്ക് നല്ല നല്ല ആലോചനകൾ വരുവാനോ ആലോചനകൾ ഇരിക്കുന്നവർക്കത് വിവാഹത്തിലേക്ക് കലാശിക്കുവാനും കിട്ടില്ല, ലഭിക്കില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല, അല്ലെ തോൽവിയാണ് ഫലം എന്നൊക്കെ പ്രതീക്ഷിച്ചവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്നതിനും ഗ്രഹനിർമ്മാണം വസ്തു മുതലായത് മോഹിച്ച് കഴിയുന്നവർ, വൈദേശിക ജോലി ആഗ്രഹിച്ച് കഴിയുന്നവർ, ടെസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ, കണ്ണിൽ എണ്ണയും ഒഴിച്ചിരിക്കുന്ന മറ്റ് ശുഭകാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ എന്നിവർക്ക് എല്ലാം സമൂഹത്തിൽ ഈ രാശിയിൽപ്പെട്ടവർക്ക് വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് അംഗീകാരം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കെല്ലാം ഗുണകരമായ ഒരു പരിവർത്തനം യോഗം വരുന്ന ആഗസ്റ്റ് മുതലുണ്ട്. അതിന് സൂചനകളായിട്ട് ജനുവരി 26 ശേഷം ചിലതൊക്കെ കണ്ടു തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. കൂട്ടുകക്ഷി ഭരണങ്ങളിൽ പുതിയ പുതിയ ലയനങ്ങൾ പ്രതീക്ഷിക്കാം. ദുഷ്പേരുണ്ടായിരുന്നവർക്കത് മാറാനുള്ള സാഹചര്യങ്ങൾ, കാറ്റും കോളും കാർമേഘങ്ങളും മാറി പുതിയ അന്തരീക്ഷം തെളിയാനുള്ള യോഗങ്ങൾ ഇവയെല്ലാം ഉണ്ട്. വ്യാഴപ്രീതി വരുത്തുക. നന്മകൾ തൊട്ടടുക്കത്തന്നെ ഉണ്ട്. അവ വെയിറ്റ് ചെയ്യുന്നു. അത് ആ സമയം വരെ കാത്തിരിക്കുക. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.